Hi students, SLC IT examile writer ഭാഗത്ത് index എന്നുള്ള questions നോക്കാം. An article of the various planets is given in exam documents folder of home with the file name planets.ott. Open this file in LibreOffice Writer and create a table of contents for the article using the table of contents and index technique. Apply the style heading 1 for the main heading, the solar system. Apply the style heading 2 for subheadings. Subheadings are green in color. Create the table of contents on the first page of the article. Save the modified article in exam 10 folder in home giving your register number underscore question number as file name. ഇനി മലയാളത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. വിവിധ ഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡറിലുള്ള planets.ott എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ഫയൽ ലിബ്രെ ഓഫീസ് റൈറ്ററിൽ തുറന്ന് ടേബിൾ ഓഫ് കണ്ടന്റ്സ് ആൻഡ് ഇൻഡെക്സ് സങ്കേതം ഉപയോഗിച്ച് ലേഖനത്തിന് ഉള്ളടക്ക പട്ടിക തയ്യാറാക്കുക. പ്രധാന ശീർഷകമായ ദ സോളാർ സിസ്റ്റത്തിന് ഹെഡിങ് 1 എന്ന സ്റ്റൈൽ നൽകുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. പ്ലേസസിൽ ഹോമിൽ എക്സാം ഡോക്യുമെന്റ്സിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫയല് planets.ott ആണ്. അപ്പോൾ planets.ott എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മെയിൻ ഹെഡിങ് ആയിട്ടുള്ള സോളാർ സിസ്റ്റത്തിന് ഹെഡിങ് 1 കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് സെലക്ട് ചെയ്തു. നമ്മൾ ഒന്നെങ്കിൽ ഇവിടെ നിന്ന് ഹെഡിങ് 1 കൊടുക്കാം, ഇല്ലെങ്കിൽ ഇവിടെ സ്റ്റൈൽസ് എന്നുള്ള ടാബ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഹെഡിങ് എന്നുള്ളതിൽ ഹെഡിങ് 1 കൊടുക്കാം. നിങ്ങൾക്ക് എളുപ്പമുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഗ്രീൻ കളറിൽ തന്നതാണ് ഇനി നമ്മളോട് മാറ്റാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ സബ് ഹെഡിങ്സിന് ഹെഡിങ് 2 എന്ന സ്റ്റൈൽ നൽകുക. അപ്പോൾ അതിനായിട്ട് അത് പച്ച നിറത്തിൽ നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഈ ഗ്രീൻ കളറിലുള്ളത് സെലക്ട് ചെയ്തു. ഇവിടെ വെച്ച് ഹെഡിങ് 2 കൊടുക്കുന്നു. ഹെഡിങ് 2 കൊടുക്കുക. അതേപോലെ എല്ലാ ഹെഡിങ്ങും സബ് ഹെഡിങ്സും സെലക്ട് ചെയ്തിട്ട് ഹെഡിങ് 2 കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഓൺ ദ ഫസ്റ്റ് പേജ് ഓഫ് ദ ആർട്ടിക്കിൾ എന്നാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ചെയ്യേണ്ടത് ഇവിടെ ഒരു ഫസ്റ്റ് പേജ് തയ്യാറാക്കാം നമുക്ക്. അപ്പോൾ ഇതിനായിട്ട് ഇവിടെ ഒരു ഫസ്റ്റ് പേജ് കൊടുക്കുന്നു. കൺട്രോൾ എൻ്റർ, അവിടെ നമ്മൾ കഴ്സർ വെച്ചതിന് ശേഷം കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഫസ്റ്റ് പേജിൽ നമ്മൾ ഇൻഡെക്സ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എവിടെയാണോ ഇൻഡെക്സ് വേണ്ട അവിടേക്കൊന്ന് കഴ്സർ വെക്കുകയാണ്. അതിന് ശേഷം ഇൻസേർട്ടിൽ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ആൻഡ് ഇൻഡെക്സിൽ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഇൻഡെക്സ് എന്നുള്ളത് എടുത്തു. ഇവിടെ ജസ്റ്റ് നമ്മൾ ഓക്കെ എന്ന് മാത്രം പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഹെഡിങ് 1 കൊടുത്തത് സോളാർ സിസ്റ്റം ഇവിടെ വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം അതിൻ്റെ സബ് ഹെഡിങ്സ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇൻഡെക്സ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സേവ് ചെയ്യണം. അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തു. ഹോമിൽ എക്സാം 10 നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തു, 2 എന്ന് കൊടുത്തു. ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്, സേവ് എന്ന് കൊടുക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ആർട്ടിക്കിൾ ഓൺ inert gases is given in the exam documents folder in home with the file name noblegases.ott. Open this file in LibreOffice Writer and create a table of contents for the article using the table of contents and index technique. Apply the style heading 1 for the subheading. Apply the style heading 1 for the main heading, the noble gases. Apply the style heading 2 for subheadings. Include the table of contents in the first page itself. Save the modified article in exam 10 folder in home with your register number underscore question number as file name. ഇനി മലയാളത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. നിഷ്ക്രിയ വാതകങ്ങളെക്കുറിച്ചുള്ള ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡറിലുള്ള noblegases.ott എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ഫയൽ ലിബ്രെ ഓഫീസ് റൈറ്ററിൽ തുറന്ന് ടേബിൾ ഓഫ് കണ്ടന്റ്സ് ആൻഡ് ഇൻഡെക്സ് സങ്കേതം ഉപയോഗിച്ച് ലേഖനത്തിന് ഉള്ളടക്ക പട്ടിക തയ്യാറാക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഫയലൊന്ന് ഓപ്പൺ ചെയ്യാം. പ്ലേസസിൽ ഹോമിൽ എക്സാം ഡോക്യുമെന്റ്സിൽ നോബിൾ ഗ്യാസസ് എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഈ ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മെയിൻ ഹെഡിങ് ആയിട്ടുള്ള നോബിൾ ഗ്യാസസിന് ഹെഡിങ് 1 എന്ന് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്തുള്ള നോബിൾ ഗ്യാസസ് എന്നുള്ള സെലക്ട് ചെയ്യുക. ഇവിടെയുള്ള സ്റ്റൈൽസ് സെലക്ട് ചെയ്തു. ഇവിടെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഹെഡിങ് 1 കൊടുക്കുക. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അടുത്തത്
സബ് ഹെഡിങ്സിന് ഹെഡിങ് 2 നൽകുക. അതൊക്കെ റെഡ് കളറിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റെഡ് കളറിലുള്ള സബ് ഹെഡിങ്സിനൊക്കെ സെലക്ട് ചെയ്തിട്ട് ഹെഡിങ് 2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇത്ര എണ്ണത്തിന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻഡെക്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് പറഞ്ഞിരിക്കുന്നത് ഇൻക്ലൂഡ് ദ ടേബിൾ ഓഫ് കണ്ടൻസ് ഇൻ ദ ഫസ്റ്റ് പേജ് ഇറ്റ് സെൽഫ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഡെക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പേജിലൊരു പേജ് നമ്മൾ പുതുതായിട്ടൊരു പേജ് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെയായിട്ട് നമ്മൾ കഴ്സർ വെക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു പേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഫസ്റ്റ് ഉള്ള പേജിൻ്റെ ആദ്യം കഴ്സർ വെച്ചതിന് ശേഷം കീബോർഡിലെ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു പേജ് വന്നിട്ടുണ്ട്. ഇത് നമ്മളിവിടെ സെലക്ട് ചെയ്തു. ഇവിടെ ഇൻസേർട്ട് എന്നുള്ളിടത്ത് ഒന്ന് ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്ത് ജസ്റ്റ് ഒരു ഇവിടെയായിട്ടാണ് ഞാൻ കഴ്സർ വെച്ചിരിക്കുന്നത്. ഇൻസേർട്ടിൽ ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സിൽ ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് എന്ന് കൊടുത്തു. ഓക്കെ പ്രസ് ചെയ്തു. അപ്പോൾ നമ്മൾ കൊടുത്ത ഇൻഡെക്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ ഫയൽ നമുക്കൊന്ന് സേവ് ചെയ്യണം. അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഹോമിൽ എക്സാം 10ൽ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എത്രയാണോ ആ നമ്പർ കൊടുത്തു. _2 എന്ന് കൊടുത്തു. സേവ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഫയൽ സേവ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.